ബീഹാറിലേക്ക് സേഫു. പക്ഷെ അവിടെ നിന്ന് വരുന്ന കാര്യങ്ങളുണ്ടല്ലോ വളരെ നിരാശാജനകമാണ്. കാരണം ഇന്ത്യ സഖ്യം അത് കഴിഞ്ഞ ശേഷം പലപ്പോഴും അവിടെ വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. RJDയും കോൺഗ്രസ് ഇങ്ങനെ നേർക്കുനേർ മത്സരിക്കുന്ന സ്ഥിതിയൊക്കെ പല മണ്ഡലങ്ങളിലും. അതെ, അപ്പോൾ പുതിയ ചിത്രം എന്ന് നോക്കാം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിലെ പോര് തുടരുകയാണ്. അതെ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെ ചില മണ്ഡലങ്ങളിൽ മത്സരത്തിൽ നിന്ന് പിന്മാറാതെ കക്ഷികൾ നേർക്കുനേർ തന്നെ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനവും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് NDAയിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾക്കും ഇതുവരെ പരിഹാരമായിട്ടില്ല. SD ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, നമുക്കറിയാം മഹാസഖ്യത്തിൽ ഈ സീറ്റ് നിർണയമൊക്കെ വലിയ പ്രശ്നമായിരുന്നു. പിന്നീട് ഒരു വിധത്തിൽ അതൊക്കെ പരിഹരിച്ചു എന്ന് കരുതുമ്പോഴും അവിടെയും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമ്പോഴും പലയിടങ്ങളിലും മുന്നണി തന്നെ പരസ്പരം മത്സരിക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പുറത്ത് സീറ്റ് വിഭജനമൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നെങ്കിലും അവിടെ നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാട്ടിയാണ് മുന്നോട്ട് പോയത്. ഇപ്പോഴെന്താണ് ആ കാര്യത്തിലൊരു തർക്കം? എന്തൊക്കെ നടക്കുന്നു മഹാസഖ്യത്തിലും NDAയിലും ഒക്കെ? ജിൽസി, സൈഫു, പുറത്ത് കാണാവുന്ന അടി ഇന്ത്യ മുന്നണിയിലാണ്. പക്ഷേ പുറത്ത് കാണാൻ കഴിയാത്ത അടി NDAയിലാണുള്ളത്. കാരണം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് വിഭജനം തുടക്കം മുതൽ തന്നെ വലിയ കീറാമുട്ടിയായിരുന്നു. ഒരുപക്ഷെ ഒരു ആദ്യഘട്ടത്തിലെ ഒരു മേൽക്കൈ ഇന്ത്യ സഖ്യത്തിന് തന്നെയായിരുന്നു. കാര്യം ഈ വോട്ട് ചോരി, ഈ തരത്തിലുള്ള ഒരു പോരാട്ടം വലിയ തരത്തിലുള്ള ഒരു ആശങ്കയ്ക്കാണ് NDAയ്ക്ക് വഴിവെച്ചിരുന്നത്. കാര്യം ഇതിനെ എങ്ങനെ നേരിടണമെന്ന് പോലും അറിയാതെ ഒരു വിഷമിക്കുന്ന ഒരു NDAയാണ് നമ്മൾ ബീഹാറിൽ കണ്ടത്. പക്ഷേ പിന്നീടുള്ള പോരാട്ടം BJPയോട് പോരാടുന്ന പകരം പരസ്പരം പോരാടുന്ന ഒരു ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെയാണ് കാണുന്നത്. കാര്യം RJDയുടെ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു, CPIയുടെ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു, JMM സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് GMM പല സീറ്റുകളിൽ മത്സരിക്കുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഈ 15ഓളം സീറ്റുകളിലാണ് പരസ്പരം പോരാടുന്നത്. ഇതിന് ഇവർ പറയുന്നത് സൗഹൃദ മത്സരം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് BJPക്കാണ് എന്നുള്ളത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വരെ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. അതേസമയം നമ്മൾ NDAയിലേക്ക് പോവുകയാണെങ്കിൽ ചിരാഗ് പാസ്വാൻ അവിടെ നിരന്തരം പറയുന്നത് ഒരു ചെറുപ്പക്കാരനായ ഒരു മുഖം തന്നെ അവിടെ മുഖ്യമന്ത്രിയായി വേണം എന്നുള്ളതാണ്. അവിടെ ചെറുപ്പക്കാരനായ മുഖമായിട്ട് തേജസ്വി യാദവിനെയാണ് ഇന്ത്യ മുന്നണി ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ എങ്കിൽ പോലും പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ NDAയിലെ ചെറുപ്പക്കാരുടെ മുഖം ആര് എന്നുള്ളത് തന്നെയാണ് ഒരു സംശയം ഉണ്ടാകുന്നത്. അത് വേറെ ആരുമല്ല, ചിരാഗ് പാസ്വാൻ തന്നെയാണ് LJPയിലെ നേതാവ്. അദ്ദേഹം 29 സീറ്റിലാണ് മത്സരിക്കുന്നത്. പക്ഷേ 101 സീറ്റിൽ കോൺഗ്രസ് അവിടെ BJPയും 101 സീറ്റിൽ JDUവുമാണ് മത്സരിക്കുന്നത്. അതേസമയം ഇപ്പോഴും JDUയിലെ നേതാവ് നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് പരസ്യമായി ഒരിടത്ത് പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം MLAമാരുടെ എണ്ണം നോക്കിയതിനു ശേഷം തീരുമാനിക്കാം എന്നുള്ളൊരു നിലപാടിലേക്കാണ് പതുക്കെ BJP പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നിതീഷിന് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രത്യക്ഷത്തിൽ പുറമേ കാണാത്ത, പുറമേ ശാന്തമാണ് എന്ന് തോന്നുമെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ് NDA കടന്നു പോകുന്നത്. ഏതായാലും ഇന്നാണ് തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടം നടക്കുന്നത്. അതായത് 6-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന് വൈകിട്ട് 5 മണിയാണ്. അതിനു മുമ്പ് ഏതൊക്കെ പാർട്ടികൾ തമ്മിൽ ഒരു ധാരണയുണ്ടാക്കുകയും അങ്ങനെ ഒരു പരസ്പര ധാരണയുടെ പുറത്ത് പത്രിക പിൻവലിക്കുകയും ചെയ്യുമെന്നാണ് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രതീക്ഷ. പക്ഷെ പലപ്പോഴും ദേശീയ നേതൃത്വം പറയുന്നത് അത് കേൾക്കാൻ പോലും സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ദേശീയ നേതൃത്വത്തെ പോലും ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്.